അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ LPT എന്ന് പറയുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മെറ്റീരിയലിനെ ഡാമേജ് ചെയ്യാണ്ട് എക്സ്റ്റേണലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ള നാല് പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് മെത്തേഡാണ് നമുക്കുള്ളത്. ഒന്ന് LPT, RT, UT, MPA. അപ്പോൾ അതിൻ്റെ ഉള്ള LPT ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ക്ലീനർ അവിടെ ഇത് ക്ലീനർ. പിന്നെ അത് കഴിഞ്ഞ് വേണ്ട നമുക്ക് സാധനം എന്നുണ്ടെങ്കിൽ ഡെവലപ്പർ, പിന്നെ പെനിട്രന്റ്. 3 ഐറ്റംസ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ LPT എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ് ആണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പണ്ട് കാലം തൊട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഡിഫക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. നമുക്കൊരു വെൽഡിങ്ങിൽ 4 തരത്തിലുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് റൂട്ട്, ഫില്ലപ്പ്, അതിന് മുന്നായിട്ട് ഹോട്ട് പാസ്, ക്യാപ്പിംഗ്. ഇതിനുള്ള എക്സ്റ്റേണൽ ഡാമേജസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് LPT എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡിഫക്റ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ഫ്യൂഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻ ഹോൾസ്, ക്രാക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻ, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻസ്, അതൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടത്? ഇതിന് 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് 2 ഞാൻ ഒബ്ജക്ട്സ് എടുത്തിട്ടുണ്ട് ചെയ്യാനുള്ള ടെസ്റ്റ് മീഡിയ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ആൻഡ് സർഫസ് പ്രിപ്പറേഷൻ ആണ്. ഓൾറെഡി നമ്മൾ വെൽഡ് അടിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർഫസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ക്ലീനർ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പെനിട്രന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതൊരു പിങ്ക് കളറിലാണ് ഇരിക്കുക. അത് ഇതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ എക്സസ് പെനിട്രേഷൻ അങ്ങനെ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ അടിച്ചിട്ടുള്ള പെനിട്രന്റ് നമ്മൾ തുടച്ചു കളയണം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം ഡെവലപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ സ്പ്രേ ചെയ്യുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കാപ്പിലറി ഇഫക്റ്റ് ആണ്. അത് മുതലായിട്ട് നമ്മുടെ അടിച്ചിട്ടുള്ള പെനിട്രന്റ് ഡെവലപ്പറിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആ ക്രാക്കുകൾ വിസിബിൾ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫെറസ് മെറ്റീരിയലിലോ നോൺ ഫെറസ് മെറ്റീരിയലിലോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ CS, കാർബൺ സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഏത് മെറ്റീരിയൽ നമ്മൾ കോപ്പർ ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ നമുക്ക് ഈ ടൈപ്പിലുള്ള LPT എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്ലീനർ എടുത്തിട്ട് ഈ വെൽഡ് ഏരിയയിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. മൊത്തമായിട്ട് അടിച്ചതിന് ശേഷം ഈ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സർഫസ് പ്രിപ്പറേഷൻ ആൻഡ് ക്ലീനിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ടുള്ള പൊടികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ 2 ദിവസം പഴക്കം എത്തിയിട്ടുണ്ടെങ്കിൽ റെസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളിത് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നതായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ പെനിട്രന്റ് ആണ്. പെനിട്രന്റ് എടുത്തിട്ട് നമ്മൾ ഈ ഏരിയയിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഇപ്പൊ ഇത് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിനും കൂടി ഞാൻ അടിക്കുകയാണ്. ഇതും കൂടി ജസ്റ്റ് 2 മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാണ്. ഡസ്റ്റസ് ആണ്, ഇതിലധികം പൊടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിലധികം ക്ലീനിങ്ങിന്റെ ആവശ്യം വരാറില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ പെനിട്രന്റ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒളിച്ചിറങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് തുടച്ചു കളയണം. നമ്മൾ 10 മിനിറ്റ് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസ് നമ്മൾ അടിച്ചപ്പോൾ കൂടുതലായിട്ട് ഇതിന്റെ മേലെ കൂടെ പെനിട്രന്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉണങ്ങിയത് കാപ്പിലറി ഇഫക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ മേലുള്ള എക്സസ് ആയിട്ട് നമ്മൾ തുടച്ചു കളയാണ്. 1 ഡയറക്ഷനിൽ നമ്മൾ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവറായിട്ട് പോയിട്ടുള്ള അധികം തുടച്ചു കളയാനും പാടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിൽക്കുന്ന പൂവും വേണം. അതുകൊണ്ട് ഇതിന്റെ മേലത്ത് ഞാൻ ജസ്റ്റ് 1 ഡയറക്ഷനിൽ തുടക്കുകയാണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ 2 ഞാൻ തുടച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പറാണ് കേട്ടോ. ഡെവലപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പെരിയൊരു മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡെവലപ്പർ അടിക്കുമ്പോൾ അടുത്ത് വെച്ച് അടിക്കും.
നമ്മളതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ആ വെൽഡ് ഏരിയയിലേക്ക് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഡിസ്റ്റൻസ് മതി. ഓക്കെ, അടുത്തതും കൂടി നമ്മൾ അടിക്കാൻ പോവാണ്. നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് ഓക്കെ, അത് അടിച്ചു. നമുക്ക് കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വേണ്ടി, ഇനിയൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണങ്ങിയാൽ കാണാൻ സാധിക്കും. പെനിട്രന്റ് അടിച്ചപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ കാണാൻ സാധിക്കും. ഇത് SS-ന്റെ, ഇത് CS-ന്റെ. നമുക്ക് ഫസ്റ്റ് SS-ന്റെ നോക്കാം. SS-ൽ വളരെ കുറവ് മാത്രമാണ് ഡിഫക്ട്സുകൾ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ടിക്ക് വെൽഡിങ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്തേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആയ കൂടിയിട്ട് ഒരു പിൻ ഹോൾ മാത്രമാണ് കാണാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ബാക്കി വെൽഡ് ഏരിയാസ് എല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് ടിക്ക് വെൽഡിങ് ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് വെൽഡിങ് ആയിരിക്കും. ആർക്ക് വെൽഡിങ്ങിലാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ. ഇവിടെ ആയിക്കൂടി കാണുന്നൊരു ഡോട്ട് മാത്രമാണ് ഈ കാണുന്നതിലുള്ള പ്രശ്നം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെടുക്കുകയാണ്. CS-ൻ്റെ ഉള്ള ആർക്ക് വെൽഡിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫക്റ്റുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ സാധിക്കുന്നുണ്ടല്ലോ, ഇതാണ് പിൻ ഹോള് കണ്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ പിങ്ക് കളറിൽ കാണുന്നുണ്ടല്ലോ, അത് വെൽഡ് ഏരിയയിലുള്ള ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ കണ്ടോ, ഇവിടെ ആ ഒരു കണ്ടർ കട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഇതിൻ്റെ ഉള്ള പോറുകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഇതെടുത്തിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഫുള്ള് വൈറ്റ് കളറിലായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡിഫക്റ്റുകൾ കുറവാണ്. കണ്ടോ, ഇത് കണ്ടോ, ബ്ലൂ നമ്മുടെ പിങ്ക് കളർ നിറയെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നായിരുന്നിട്ടുണ്ടോ, ഓരോ പോയിന്റുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലസ്റ്റർ പോറോസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇതാണ് LPTനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൊണ്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നമ്മൾ വിട്ടുപോകാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇൻ കേസിൽ നിങ്ങൾ ഈ പെനിട്രന്റ് അടിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പർ അടിക്കുന്നതിന് മുന്നേ നന്നായിട്ട് പെനിട്രന്റ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാൻ എക്സസ് പെനിട്രേഷൻ അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള പെനിട്രന്റ് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്ലീനർ ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പെനിട്രന്റ് അനുസരിച്ചാണ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഈ ക്ലീനർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ള കാര്യം. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ക്ലീൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വർക്ക് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന അടുത്ത ആക്ടിവിറ്റി നമുക്ക് വേണമെങ്കിൽ ക്ലീനർ യൂസ് ചെയ്യാം. നമ്മൾ പ്രൊസീജിയറിൽ പറയാത്തൊന്നും നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് ചെയ്യണ്ടോ. ജസ്റ്റ് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ടിക്ക് വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതുമാതിരി തന്നെ ഉണങ്ങിയിട്ട് പൊളിഞ്ഞു വരും. ഇത് ക്ലീൻ ചെയ്താലും അങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ക്ലീൻ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.